നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. കേന്ദ്ര സർക്കാർ കേരളത്തോട് പുലർത്തുന്നത് ക്രൂരമായ അവഗണനയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPM ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കച്ചവട നഗരിയെ ചെങ്കടലാക്കി റെഡ് വളണ്ടിയർ മാർച്ച്. CPM ജില്ലാ സമ്മേളനം KV അബ്ദുൽ ഖാദർ ഇനി ജില്ലയിലെ പാർട്ടിയെ നയിക്കും. രാഷ്ട്രീയമായ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിട്ട് CPM മുന്നോട്ടു പോകുമെന്നും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിലെ വിജയമേധാവിത്വം പാർട്ടിയും മുന്നണിയും നിലനിർത്തുമെന്നും KV അബ്ദുൽ ഖാദർ. ചൂണ്ടൽ സെന്ററിന് സമീപം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് വേലൂർ സ്വദേശി നീലങ്കാവിൽ ജസ്റ്റിന്റെ മകൻ 19 വയസ്സുള്ള ജോയൽ. പെരുമ്പിലാവ് അൻസാർ ക്യാമ്പസിൽ ആരംഭിച്ച SPC ജില്ലാ സമ്മർ ക്യാമ്പ് സമാപിച്ചു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സെറിമോണിയൽ പരേഡിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു സല്യൂട്ട് സ്വീകരിച്ചു. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിനിടെ ആനയിടഞ്ഞു. അയിനിക്കുളങ്ങര മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഉടൻ തന്നെ തളയ്ക്കാനായതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ കേരളത്തോട് പുലർത്തുന്നത് ക്രൂരമായ അവഗണനയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPM ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്തെ വരുമാനമുള്ള സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ കേരളം ഏറെ പിന്നിലാണ്. ഉത്തർപ്രദേശിനെയും മധ്യപ്രദേശിനെയും പോലുള്ള സംസ്ഥാനങ്ങളുടെ വലിപ്പം കേരളത്തിനില്ല. എന്നാൽ കേന്ദ്രം അത്തരം മാനദണ്ഡങ്ങളൊന്നും പരിഗണിക്കാതെ കേരളത്തെ ഞെരുക്കുകയാണ്. ഈ പ്രതിസന്ധികൾക്കിടയിലും വികസനത്തിന്റെ വലിയ കുതിപ്പാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്. മികവിന്റെ കേന്ദ്രങ്ങളായി സംസ്ഥാനത്തെ സർക്കാർ വിദ്യാലയങ്ങൾ മാറി. കേരളത്തിൽ നടക്കില്ലെന്നു കരുതിയിരുന്ന പല പദ്ധതികളും സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കി. ദേശീയപാത, ഗെയിൽ പൈപ്പ് ലൈൻ തുടങ്ങിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി. ലോകമാകെ ശ്രദ്ധിക്കുന്ന വികസനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ വികസനം തടയുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. നമ്മുടെ കേരളത്തെ ഈ രീതിയിൽ അവഗണിക്കുന്നതിന് മാത്രം എന്ത് കുറ്റം കേരളം ചെയ്തിരിക്കുന്നു? ഇന്ത്യയുടെ പൊതുവായ ഭൂപടമെടുത്താൽ അതിൽ നേട്ടങ്ങളുടേതായ ഒരുപാട് കഥകൾ പറയാനുള്ള നാടാണ് കേരളം. നമ്മൾ പറയുന്നതല്ല, നമുക്ക് ചാർത്തിത്തന്ന മികവുകളുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് അടക്കം ചാർത്തിത്തന്ന മികവുകൾ. പക്ഷേ ബജറ്റ് വരുമ്പോൾ സഹായമില്ല. ഒരു സംസ്ഥാനം പ്രവർത്തിച്ചു പോകുന്നതിന് സംസ്ഥാനത്തിൻ്റെ വരുമാനം മാത്രമല്ല, അതിൽ ഇന്ത്യ ഗവൺമെൻറ് നൽകേണ്ട സഹായമുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് നൽകാൻ ബാധ്യതപ്പെട്ട കാര്യങ്ങളുണ്ട്. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തിന് അർഹമായ കാര്യങ്ങൾ അനുവദിച്ചു പോകണം. അത് രാജ്യത്തിൻ്റെ ഭാഗമായി അനുവദിക്കേണ്ടത് രാജ്യത്തിൻ്റെ ഭാഗമായി തന്നെ അനുവദിക്കണം. എന്നാൽ ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും തുടരാനാണ് CPM-ഉം ഇടതുമുന്നണി സർക്കാരും നിലകൊള്ളുന്നതെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷനായി. പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ PK ബിജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MM വർഗീസ്, AC മൊയ്തീൻ MLA, NR ബാലൻ, MK കണ്ണൻ, സംഘാടക സമിതി കൺവീനർ TK വാസു എന്നിവർ സംസാരിച്ചു. നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും കേന്ദ്രീകരിച്ച് റെഡ് വളണ്ടിയർമാർ മാർച്ചു ചെയ്ത് സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നു. ഏകദേശം 12,000-ഓളം വരുന്ന ചുവപ്പ് സേനാംഗങ്ങളാണ് മാർച്ചിൽ അണിനിരുന്നത്. കുന്നംകുളം, ചാവക്കാട്, മണലൂർ, പുഴയ്ക്കൽ, വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 20,000-ഓളം പ്രവർത്തകർ അണിനിരന്ന പടുകൂറ്റൻ പ്രകടനവും നടന്നു. കുന്നംകുളം നഗരവീഥികളെ ചെങ്കടലാക്കി മാറ്റിയ പ്രകടനം സമ്മേളന വേദിയിലെത്തിയതിനെ തുടർന്ന് മുഖ്യമന്ത്രി ചുവപ്പ് സേനയുടെ സല്യൂട്ട് സ്വീകരിച്ചതോടെയാണ് പൊതുസമ്മേളനം ആരംഭിച്ചത്. CPM ജില്ലാ സമ്മേളനം KV അബ്ദുൽ ഖാദർ ഇനി ജില്ലയിലെ പാർട്ടിയെ നയിക്കും. ഏകകണ്ഠമായിട്ടാണ് തീരുമാനം. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കുന്നംകുളം ആതിഥേയത്വം വഹിച്ച് നഗരസഭാ ടൗൺ ഹാളിൽ സജ്ജമാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ പൊതുചർച്ച തിങ്കളാഴ്ച ഉച്ചയോടെ സമാപിച്ചിരുന്നു. തുടർന്ന് ജില്ലാ സെക്രട്ടറി MM വർഗീസും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ചർച്ചകൾക്ക് മറുപടി നൽകി. ചൊവ്വാഴ്ച രാവിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. തുടർന്നാണ് പുതിയ ജില്ലാ കമ്മിറ്റിയെയും സെക്രട്ടറിയെയും തെരഞ്ഞെടുത്തത്. 10 പുതിയ അംഗങ്ങൾ ഉൾപ്പെടെ 46 അംഗങ്ങളടങ്ങിയ ജില്ലാ കമ്മിറ്റിയെയാണ് സമ്മേളനം തെരഞ്ഞെടുത്തത്. പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആദ്യ യോഗത്തിൽ സെക്രട്ടറിയായി KV അബ്ദുൽ ഖാദറിനെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു.
കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ കൂടിയാണ് ചാവക്കാട് ബ്ലാങ്ങാട് സ്വദേശിയായ KV അബ്ദുൽ ഖാദർ. സംസ്ഥാന സമ്മേളന പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പോടെ പ്രതിനിധി സമ്മേളനത്തിന് ശേഷം പുതിയ സെക്രട്ടറിയുടെ നന്ദി പ്രകടനത്തോടെയാണ് സമ്മേളനത്തിന് സമാപനമായത്. തുടർന്ന് പുതിയ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ മാധ്യമങ്ങളെ കണ്ടു. ജില്ലാ സെക്രട്ടറിയായിരുന്ന MM വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് എന്നിവരും സെക്രട്ടറിക്കൊപ്പമുണ്ടായിരുന്നു. CPMലെ സൗമ്യ മുഖമാണ് KV അബ്ദുൽ ഖാദർ. യുവജന രംഗത്ത് നിന്ന് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്ന അബ്ദുൽ ഖാദർ 1.5 പതിറ്റാണ്ട് കാലം ഗുരുവായൂർ നിയോജക മണ്ഡലത്തിന്റെ ജനപ്രതിനിധി കൂടിയായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും LDF ജില്ലാ കൺവീനറുമാണ്. പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനുമാണ്. യുവജന രംഗത്തുകൂടി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ KV അബ്ദുൽ ഖാദർ 2006 മുതൽ 2021 വരെ ഗുരുവായൂർ MLA ആയിരുന്നു. 15 വർഷം കൊണ്ട് ഗുരുവായൂർ മണ്ഡലത്തിന്റെ ചരിത്ര വികസന കുതിപ്പിന് മികവുറ്റ നേതൃത്വം നൽകി. 1991 മുതൽ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗവും 1997 മുതൽ ഏരിയ സെക്രട്ടറിയുമായിരുന്നു. തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗമായും സെക്രട്ടേറിയറ്റ് അംഗമായും മാറി. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ്, BD വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1979 KSYF ബ്ലാങ്ങാട് യൂണിറ്റ് സെക്രട്ടറിയായാണ് പൊതുരംഗത്തെത്തിയത്. ദേശാഭിമാനിയുടെ ഗുരുവായൂർ ലേഖകനായി 12 വർഷത്തോളം പ്രവർത്തിച്ചു. DYFI ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 1997 ജൂലൈയിൽ ക്യൂബൻ തലസ്ഥാനമായ ഹവാനയിൽ നടന്ന 14ാം ലോക യുവജന സമ്മേളനത്തിൽ DYFI പ്രതിനിധി സംഘാംഗമായി പങ്കെടുത്തു. പ്രവാസ മേഖലകളിൽ ദുരിതമനുഭവിക്കുന്ന നിരവധി പേരെ രക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും നിരവധി ബഹുജന പ്രക്ഷോഭങ്ങൾ ഉയർത്തുന്നതിനും സംഘടിപ്പിക്കുന്നതിനും മുന്നിൽ നിന്ന് നയിച്ചു. സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാനും കേരള നിയമസഭ പ്രവാസി കേരളീയരുടെ ക്ഷേമ സമിതിയുടെ ആദ്യ ചെയർമാനുമായിരുന്നു. മാധ്യമങ്ങളിലെ രാഷ്ട്രീയ ചർച്ചകളിൽ പങ്കെടുത്ത് കൃത്യമായ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു. കടപ്പുറം പഞ്ചായത്തിലെ ബ്ലാങ്ങാട് പരേതരായ കറുപ്പം വീട്ടിൽ അബുവിൻ്റെയും പാത്തുവിൻ്റെയും മൂത്ത മകനാണ്. ഷെറീനയാണ് ഭാര്യ. മകൻ അഖിൽ സിനിമാ സഹസംവിധായകനാണ്. മകൾ അജിഷ, മരുമകൻ മൻസൂർ അലി. രാഷ്ട്രീയമായ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിട്ട് CPM മുന്നോട്ട് പോകുമെന്നും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിലെ മികച്ച വിജയമേധാവിത്വം പാർട്ടിയും മുന്നണിയും നിലനിർത്തുമെന്നും KV അബ്ദുൽ ഖാദർ ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള തൃശൂർ ജില്ലാ സമ്മേളനം പുതിയ സെക്രട്ടറിയായി KV അബ്ദുൽ ഖാദറിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സഖാവ് അബ്ദുൽ ഖാദർ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. പുതിയ സ്ഥാനലബ്ധിയിൽ താങ്കളുടെ ആദ്യ പ്രതികരണം? തൃശ്ശൂർ ജില്ലയിലെ CPIM വളരെ വലിയ പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്നൊരു പ്രസ്ഥാനമാണ്. പാർട്ടിയുടെ ജനനഘട്ടത്തിൽ തന്നെ ഭരണാധികാരികളുടെ അടിച്ചമർത്തലുകൾ നേരിട്ടുകൊണ്ടാണ് വളർന്നു വന്നത്. വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ ഇടതുപക്ഷം വലിയ വിജയം നേടും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിനായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ വാർഡുകളിലും പാർട്ടി പ്രവർത്തകരുടെ സജീവമായിട്ടുള്ള വിന്യാസവും ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജില്ലാ കമ്മിറ്റിക്ക് തീർച്ചയായിട്ടും പുതിയ കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതിനൊപ്പം തന്നെ ഒരുപാട് സങ്കീർണത തൃശ്ശൂരിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിലെ BJPയുടെ വിജയം, അതുപോലെ തന്നെ കരുവന്നൂർ റിപ്പോർട്ടിനെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്തരം വിഷയങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് തരം മുന്നൊരുക്കങ്ങളാണ്? തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ വിജയം തീർച്ചയായിട്ടും വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ വലിയ പ്രതീക്ഷ ജനങ്ങൾക്ക് നൽകിയിട്ടാണ് സുരേഷ് ഗോപി ഇവിടെ MP ആയത്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. ഇപ്പം ഞങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് MP എന്നുള്ള നിലയിൽ അദ്ദേഹം നൽകുന്ന സേവനം? ഇതാണോ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ ജില്ലയിലെ ജനങ്ങൾ ആഗ്രഹിച്ചത്? ഇപ്പം ജനങ്ങൾ ആഗ്രഹിച്ചത് നൽകാൻ ശ്രീ സുരേഷ് ഗോപിക്ക് BJPക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടുള്ള വികാരം ജനങ്ങളിലുണ്ട്. ശക്തമായിട്ടുള്ള ക്യാമ്പയിനിലൂടെ ഇത് ജനങ്ങളിൽ എത്തിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയും. അതിനുള്ള കേഡർ ശേഷിയും ബഹുജന സ്വാധീനവും CPIMനുണ്ട്. അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും.
മറ്റു വാർത്തകൾ. ചൂണ്ടൽ സെന്ററിന് സമീപം ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. വേലൂർ സ്വദേശി നീലങ്കാവിൽ ജസ്റ്റിന്റെ മകൻ ജോയലാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. തൃശൂർ മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിലെ ബിരുദാനന്തര വിദ്യാർത്ഥിയാണ്. രാവിലെ 9 മണിയോടുകൂടിയായിരുന്നു അപകടം. സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടി കോട്ടപ്പടിയിൽ നിന്ന് ബൈക്കെടുത്ത് സർവീസ് സെന്ററിലേക്ക് വരുന്നതിനിടയിലായിരുന്നു അപകടം. സർവീസ് സെന്ററിൽ ബൈക്ക് ഏൽപ്പിച്ച് മണ്ണുത്തിയിലെ ഡോൺ ബോസ്കോ കോളേജിൽ പരീക്ഷയ്ക്ക് പോകേണ്ടതായിരുന്നു. ജോയൽ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയാഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ വിദ്യാർത്ഥിയെ നാട്ടുകാർ ചേർന്ന് തൊട്ടു പിന്നാലെ വന്ന കാറിൽ കയറ്റി കേച്ചേരി എക്സ് ഓഫീസിലെത്തിക്കുകയും തുടർന്ന് എക്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പുത്തൂർ സ്കൂൾ പ്രധാനാധ്യാപികയായ ഹിനി മാതാവും ബാംഗ്ലൂരിൽ നിയമ വിദ്യാർത്ഥിയായ ജസ്വിൻ സഹോദരനുമാണ്. വേലൂർ പഞ്ചായത്ത് മുൻ അംഗം മറിയം ടീച്ചറുടെ പേരക്കുട്ടിയാണ് മരിച്ച ജോയൽ. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറാന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. പെരുമ്പിലാവ് അൻസാർ ക്യാമ്പസിൽ ആരംഭിച്ച SPC ജില്ലാ സമ്മർ ക്യാമ്പ് സമാപിച്ചു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സെറിമോണിയൽ പരേഡിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സല്യൂട്ട് സ്വീകരിച്ചു. നമ്മുടെ നാടിന്റെ മതനിരപേക്ഷതയും ഐക്യബോധവും സംരക്ഷിക്കുന്നതിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് കരുതുകയാണ്. മഹാത്മാഗാന്ധിയെ പോലെ അനുപമമായിട്ടുള്ള ഇടം ലോക ചരിത്രത്തിൽ നേടിയെടുത്തിട്ടുള്ള നമ്മുടെ മുൻപേ നടന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരായ നേതാക്കളുടെ ജീവിതം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ത്യാഗപൂർണമായ സഹന സമരത്തിലൂടെ നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ നാനാമുഖമായ സവിശേഷതകൾ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മതനിരപേക്ഷ ജനാധിപത്യ സമൂഹം സ്വതന്ത്ര ഭാരതത്തിൽ ഉറപ്പാക്കുന്നതിനു വേണ്ടി പ്രതിജ്ഞാബദ്ധതയോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ. സമാപന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ സെറിമോണിയൽ പരേഡോടുകൂടിയാണ് ക്യാമ്പ് സമാപിച്ചത്. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മുഖ്യാതിഥിയായി. പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ IPS, അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് KA ശശിധരൻ, കുന്നംകുളം സബ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ CR സന്തോഷ്, അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ നടന്ന ക്യാമ്പിൽ തൃശൂർ സിറ്റിയിലെ 35 സ്കൂളുകളിൽ നിന്നായി 225 ആൺകുട്ടികളും 167 പെൺകുട്ടികളുമായി 302 കേഡറ്റുകളും 56 കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരും 32 ഇൻസ്ട്രക്ടർമാരും പങ്കെടുത്തു. വിവിധ സെഷനുകളിലായി ക്ലാസുകളും PT പരേഡും തുടർന്ന് വിവിധ വിഷയങ്ങളിലുള്ള ഇൻഡോർ ക്ലാസുകളും നടന്നു. 3 ദിവസങ്ങളിലായി സെറിമോണിയൽ പരേഡ് പരിശീലനവും വൈകുന്നേരങ്ങളിൽ പ്രമുഖ വ്യക്തികളുമായുള്ള ആശയ സംവാദം, തുടർന്ന് കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയും ക്യാമ്പസിൽ അരങ്ങേറി. ക്യാമ്പിന്റെ ഉദ്ഘാടനം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഉത്സവ എഴുന്നള്ളിപ്പിനായി എത്തിച്ച ആനയിടഞ്ഞു. അയിനിക്കുളങ്ങര മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ചൊവ്വാഴ്ച വൈകിട്ടോടുകൂടിയാണ് സംഭവം. ആനയുടെ ചങ്ങലയിൽ കുരുങ്ങിയും മറ്റും ഏതാനും ഇരുചക്ര വാഹനങ്ങൾ തകർന്നു. ഉടൻ തന്നെ എലിഫന്റ് സ്ക്വാഡ് സ്ഥലത്തെത്തി ആനയെ തളച്ച ശേഷം സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റി. ആന അടഞ്ഞതോടെ റോഡിൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. മതിൽ പോവും ആ കാറ് കുത്തി പൊളിച്ചു. ആളിറങ്ങി. ആ കാറിൽ ആളിരിക്കുന്നുണ്ടോ? കുത്തി അങ്ങ് നീക്കിക്കൊണ്ടായി. കാറ് കുത്തി അങ്ങ് നീക്കിക്കൊണ്ടായി. പടച്ചനെ വീടുമ്പൊക്കൊന്നും വരാതെ മതിലൊക്കെ കൊണ്ട് പോയി.
ഈ മാസം 18-19 തീയതികളിലായി ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി NK അക്ബർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, LSGD തൃശൂർ ജോയിന്റ് ഡയറക്ടർ സാജു സെബാസ്റ്റ്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബൽവന്തറായി മേത്ത പഞ്ചായത്ത് രാജിന് നൽകിയ സംഭാവന കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഫെബ്രുവരി 19-നാണ് തദ്ദേശ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഇതര സംസ്ഥാന പ്രതിനിധികളുമടക്കം 3000-ഓളം പേർ പങ്കെടുക്കും. ദിനാഘോഷത്തിന്റെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി 14 മുതൽ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള സെമിനാറുകൾ, ചർച്ചകൾ, കലാരംഗത്തെ പ്രമുഖർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും സംസ്ഥാനതല കലാകായിക മത്സരങ്ങൾ എന്നിവ ഉണ്ടാകും. 14-ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കിഴക്കേനടയിലെ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക ഗ്രൗണ്ടിൽ, ഉച്ചതിരിഞ്ഞ് 3-ന് AC മൊയ്തീൻ MLA എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സംഗീത നിശയും നടക്കും. 15-ന് 20ഓളം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നായി 2000-ഓളം പേർ പങ്കെടുക്കുന്ന വിളംബര ഘോഷയാത്ര നടക്കും. തുടർന്നും നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 7 മണിക്ക് വാദ്യോപകരണ സംഗീത പരിപാടി അരങ്ങേറും. 16-ന് നാടൻപാട്ട്, ദൃശ്യകലാമേള, നൃത്തത്രയം, മെഗാഷോ എന്നിവ ഉണ്ടാകും. 18-ന് ഗംഗാ ശശിധരന്റെ വയലിൻ നാദവിസ്മയം, ഗായകൻ P ജയചന്ദ്രൻ അനുസ്മരണാർത്ഥം ഉപാസന, കൃഷ്ണനാട്ടം എന്നിവയുമുണ്ടാകും. രാവിലെ 10-ന് നടക്കുന്ന അക്കാദമിക് സെഷൻ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി MB രാജേഷ് അധ്യക്ഷത വഹിക്കും. 19-ന് ഗുരുവായൂർ ദേവസ്വം ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക മന്ദിരത്തിൽ പ്രതിനിധി സമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 12-ന് സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി മുഖ്യമന്ത്രി സമ്മാനിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ചുമതലകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവിധ മിഷനുകളുടെ പ്രദർശന സ്റ്റാളുകൾക്കാണ് പ്രാമുഖ്യം കൊടുക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ മാലിന്യമുക്തം നവകേരളത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ മേഖലകൾ, ശുചിത്വ മിഷനുണ്ട്, കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊജക്റ്റ് ഉണ്ട്, അതുപോലെ ക്ലീൻ കേരള കമ്പനിയുണ്ട്, ഹരിത കേരള മിഷനുണ്ട്. അപ്പോൾ ഈ മിഷനുകളുടെയും പ്രൊജക്റ്റുകളുടെയും ഒക്കെ സ്റ്റാളുകൾ, അതുപോലെ തന്നെ സ്മാർട്ട്, അതുപോലുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള അവരുടെ സ്റ്റോളുകൾക്കാണ് പ്രാമുഖ്യം, കുടുംബശ്രീ ഉൾപ്പെടെ. ഇരിങ്ങപ്പുറം കൊച്ചനാങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ബുധനാഴ്ച ആഘോഷിക്കും. ക്ഷേത്രത്തിൽ പുലർച്ചെ വിശേഷാൽ പൂജകൾ നടക്കും. വൈകിട്ട് 3-ഓടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. ചിറക്കൽ ശ്രീ പരമേശ്വരൻ, ബാസ്റ്റിൻ വിനയസുന്ദർ, കുളക്കാടൻ ശിവപ്രസാദ് എന്നീ ഗജവീരന്മാർ അണിനിരക്കും. തുടർന്ന് വിവിധ ഉത്സവാഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. പുതുപ്പള്ളി കേശവൻ ഉൾപ്പെടെ 15-ലധികം ഗജവീരന്മാർ കൂട്ടി എഴുന്നള്ളിപ്പിൽ അണിനിരക്കും. തുടർന്ന് കാളി, കരിങ്കാളി, കാവടി, തെയ്യം തുടങ്ങി നാടൻ കലാരൂപങ്ങളുടെ വരവുണ്ടാകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിക്കും. കൊച്ചനാങ്കുളങ്ങര പൂരം ബുധനാഴ്ച വൈകിട്ട് 3 മണി മുതൽ CCTV പ്രാദേശിക ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. പൂരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഗുരുവായൂർ നഗരസഭയ്ക്കകത്ത് നടത്തപ്പെടുന്ന ഏറ്റവും വലിയ പൂരം തന്നെയാണിത്. 28ഓളം വരവ് പൂരങ്ങളും 18 ആനകളും പങ്കെടുക്കുന്ന വലിയ രീതിയിലുള്ള ഒരു പൂരമഹോത്സവമാണ് നാളെ ഇവിടെ നടത്തപ്പെടുന്നത്. കാളി, കരിങ്കാളി, അത്തരത്തിലുള്ള വ്യത്യസ്തമാർന്ന പൂരങ്ങളും ഒരുപാട് ജനപങ്കാളിത്തത്തോടെല്ലാം കൂടി വളരെ ഭംഗിയായിട്ട് കൊച്ചനാങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം നാളെ ഇവിടെ നടത്തപ്പെടുകയാണ്. പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ തുടക്കം മുതൽ തെക്കുമുറി, വടക്കുമുറി എന്നീ വിഭാഗങ്ങളായി തിരിഞ്ഞ് വളരെ വീറോടും വാശിയോടും ആണ് ഈ ഉത്സവം കൊണ്ട് നടക്കാറുള്ളത്. പതിവിൽ വിപരീതമായി ഇക്കൊല്ലം വിവിധ തരങ്ങളിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളും അതുപോലെ തന്നെ മറ്റ് പല പരിപാടികളും മുൻ വർഷത്തേക്കാൾ കൂടുതലായി ഇക്കൊല്ലം നടത്തുന്നുണ്ട്. ചങ്ങരംകുളം ഉദിനുപറമ്പിൽ കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ 3 പേർക്ക് വെട്ടേറ്റ സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. ചങ്ങരംകുളം സ്വദേശി 27 വയസ്സുള്ള കറുപ്പം വീട്ടിൽ ബാദുഷ, ചാവക്കാട് സ്വദേശി 28 വയസ്സുള്ള പൊന്നുപറമ്പിൽ നിജിത്ത്, കുന്നംകുളം കാട്ടകമ്പാൽ സ്വദേശി 25 വയസ്സുള്ള ചെറുവള്ളിയിൽ മണികണ്ഠൻ എന്നിവരെയാണ് ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയാണ് ഉദിനുപറമ്പിൽ താമസിച്ചിരുന്ന ബാദുഷയുടെ നേതൃത്വത്തിലുള്ള സംഘവും പ്രദേശത്തെ യുവാക്കളും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടാകുന്നത്. നാട്ടുകാരായ യുവാക്കളുടെ ബൈക്കുകളിൽ കാറിടിച്ചു കയറ്റിയതോടെ നാട്ടുകാർ ഇടപെടുകയായിരുന്നു. തുടർന്നാണ് കാര്യങ്ങൾ ചോദിച്ചറിയാനായി എത്തിയ പൊതുപ്രവർത്തകനും കർഷക കോൺഗ്രസ് നേതാവുമായ സുബൈറിനെ വെട്ടേറ്റത്. തടയാനെത്തിയ റാഫി എന്നയാളെയും സംഘം മർദ്ദിച്ചു.
പോയ എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞത് ഒരു മോട്ടോർ സൈക്കിളിനെ 3 മോട്ടോർ സൈക്കിൾ ഇടിച്ചു തെറിപ്പിക്കുന്ന ഒരു കാറ് ഇടിച്ചു തെറിപ്പിക്കുന്ന ഒരു രംഗമാണ് കാണാൻ കഴിഞ്ഞത്. ആ രംഗത്ത് ഞാൻ എൻ്റെ വണ്ടി സൈഡാക്കിയിട്ട് ചോദ്യം ചെയ്തേക്കുമ്പോൾ ഈ ചോദ്യം ചെയ്യുന്ന ബാക്കിൽ നിൽക്കുന്ന ആള് വടിവാളാണോ വാളാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല, വാളാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. ആ വാള് വെച്ച് എന്നെ വെട്ടുകയും അതിനെ എൻ്റെ ബാക്കിലുണ്ടായിരുന്ന ആള് തടുക്കാൻ നോക്കുമ്പോൾ അയാളെ ചവിട്ടും അതുപോലെ തന്നെ നാവിക്ക് ഇടിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ വരുന്നുള്ള പയ്യൻ താഴെ വീണ് അവർക്ക് പരിക്ക് പറ്റി. അക്രമത്തിൽ പരിക്കേറ്റ 3 പേരെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം അറിഞ്ഞെത്തിയ ചങ്ങരംകുളം പോലീസ് സംഭവസ്ഥലത്തു നിന്നു തന്നെ 3 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അറസ്റ്റിലായ പ്രതികൾ സമാനമായ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരാണെന്നും വിവിധ സ്റ്റേഷനുകളിൽ കേസുകൾ ഉള്ളവരാണെന്നും പോലീസ് പറഞ്ഞു. പ്രദേശത്തെ ലഹരി വിൽപ്പന സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നും നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ലഹരിയുടെ ശരിക്കുള്ള ഒരു മുഖം എന്താന്നുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞു. അത്രയും ദയനീയമായിട്ടുള്ള ഒരു നിലപാടാണ് ഇവിടെ ലഹരിക്കാർ ചെയ്ത് കൂട്ടുന്നത്. ഇവർക്ക് ഇവിടെ കച്ചവടം നടത്തണം, എന്ത് തെമ്മാടിത്തം നടത്തണം. ഇവിടുത്തെ നാട്ടുകാരെ അനങ്ങാൻ പാടില്ല, പുറത്തേക്ക് കുട്ടികളെ ഇറങ്ങാൻ പാടില്ല, കടയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ പറ്റില്ല, സാധനങ്ങൾ മേടിക്കാൻ പറ്റില്ല. എന്തിനു പറയുന്നത്, ഒരു 10-15 വയസ്സായ പ്രായമുള്ള കുട്ടികൾക്കടക്കം പുറത്തിറങ്ങാൻ പറ്റാത്ത, പെൺകുട്ടികൾക്കടക്കം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത്. ഇതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ പ്രതികരിക്കും. ഈ ഒരു അടികൊണ്ടോ വെട്ടുകൊണ്ടോ ഇത് അവസാനിക്കില്ല. ഇതിൽ ശക്തമായിട്ട് ഞങ്ങൾ രംഗത്തുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് സ്കൂൾ മാനേജർ മരിച്ചു. വെള്ളറക്കാട് വിവേകസാഗരം UP സ്കൂളിലെ മാനേജർ പള്ളിയത്ത് പരേതനായ പ്രഭാകരൻ നായരുടെ മകൻ ഹൈമൺ ആണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് ചീരംകുളം ക്ഷേത്രോത്സവം കാണാനെത്തിയപ്പോൾ ശക്തമായ തലവേദന അനുഭവപ്പെടുന്നതിനെ തുടർന്ന് തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ അന്ത്യം സംഭവിച്ചു. സുഷമ ഭാര്യയും സൂരജ്, സുപ്രഭ എന്നിവർ മക്കളുമാണ്. മാലതി അമ്മയാണ് മാതാവ്. കാണിപ്പയ്യൂർ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ, നടക്കൽ പറ എന്നിവയുണ്ടാകും. ഉച്ചയ്ക്ക് 1 മണിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. കൊമ്പൻ കരുവന്തല ഗണപതി അന്നംകുളങ്ങര ഭഗവതിയുടെ തിടമ്പേറ്റും. പ്രഗത്ഭരായ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രസിദ്ധമായ മനക്കിലെ വരവ് ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കും. 16 ആഘോഷ കമ്മിറ്റികൾ പൂരത്തിൽ പങ്കെടുക്കും. 10 കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം, വേല ആഘോഷങ്ങളും ഉണ്ടാകും. വൈകിട്ട് 6 മണിക്ക് പ്രദക്ഷിണത്തിന് ശേഷം പൂരങ്ങൾ ക്ഷേത്രത്തിൽ കൂട്ടിയെഴുന്നള്ളിക്കും. 23 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. വൈകിട്ട് 6 മുതൽ 7:30 വരെ നടക്കുന്ന പാണ്ടിമേളത്തിന് വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായർ കാർമ്മികത്വം വഹിക്കും. രാത്രി 9 മുതൽ 10:30 വരെയായിരിക്കും. ക്ഷേത്രാങ്കണത്തിൽ തെയ്യക്കാഴ്ചകളും നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികളായ T സോമശേഖരൻ, P പരമേശ്വരൻ, E വിശ്വനാഥൻ, അനൂപ് VG എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കലാസാഹിത്യ സൃഷ്ടികൾ കാലത്തെ അതിജീവിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിലെ A പത്മനാഭൻ നഗറിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിനെ സ്വാധീനിക്കുക മാത്രമല്ല, അതിനെ നിർണ്ണയിക്കുക തന്നെ ചെയ്യുന്ന ശക്തിയായി മാറിയിട്ടുണ്ട് കലാസാഹിത്യ സൃഷ്ടികൾ. സാഹിത്യകൃതിയുടെ രചനവേളയിൽ അത്തരത്തിലുള്ള സാമൂഹ്യ ദൗത്യങ്ങളെക്കുറിച്ച് എഴുത്തുകാരൻ ചിന്തിച്ചുകൊള്ളണമെന്നില്ല. എന്നാൽ സാഹിത്യ സൃഷ്ടികളും കലാവിഷ്കാരങ്ങളും വലിയ രൂപത്തിൽ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ ആ സമൂഹങ്ങളെ നവീകരിക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് സാഹിത്യപ്രവർത്തനങ്ങൾക്കുണ്ടെന്ന് തിരിച്ചറിയാനാകും. ഒരു കവിതയോ നോവലോ വായിച്ചു തീർക്കുമ്പോഴും ഒരു സിനിമ കണ്ട് പൂർത്തിയാക്കുമ്പോഴും നമ്മളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പുതിയ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മളെല്ലാം കൂടുതൽ വലിപ്പമുള്ള മനുഷ്യരായി മാറും. അങ്ങനെ മാറുമ്പോൾ പുതിയ ലോകം സാധ്യമാകും. ഈ കാലം അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ തീർച്ചയായും അർഹിക്കുന്നുണ്ട്. ഒരാളുടെ കൈകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുന്നുവെങ്കിൽ വേദനിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരമാണ്, കൈകളാണ്. എന്നാൽ നമ്മുടെ സഹോദരങ്ങളെ അമേരിക്കയിൽ ചങ്ങലയിൽ പൂട്ടിത്തള്ളുകയാണ്. മനുഷ്യന്റെ കൈകളിലും കാലുകളിലും ചങ്ങലയിട്ട് ഇപ്പോഴും നാടുകടത്താം എന്ന് ചിന്തിക്കുന്നവരാണ് ലോകത്തിന്റെ മേധാവിത്വം വഹിക്കുന്നത്. അതിനെതിരെ ഒരു വാക്കു പറയാൻ ശേഷിയില്ലാത്തവരായി രാജ്യം ഭരിക്കുന്നവർ മാറി. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുക്കളായി പ്രധാനമന്ത്രിയും കൂടെയുള്ളവരും മാറിയെന്നും M സ്വരാജ് കൂട്ടിച്ചേർത്തു. ചരിത്രത്തിൽ സമൂഹത്തിൽ ഏതു തരത്തിലുള്ള സ്വാധീനമാണ് ചെലുത്താനാവുക എന്നതിനെക്കുറിച്ച് ആർക്കും സംശയമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും കലാസാഹിത്യ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരു തീർപ്പിനല്ല ഞാൻ മുതിരുന്നത്. കലയുടെ ലക്ഷ്യമെന്ത് എന്നതിനെക്കുറിച്ച് ദീർഘങ്ങളായ ചർച്ചകൾ നമ്മുടെ ഭൂതകാലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷേ ഇനിയും തുടരുകയും ചെയ്യും. അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാവുകയും ചെയ്യും. അത്തരം സംവാദങ്ങൾ അനസ്യൂതം തുടരട്ടെ. പക്ഷേ ഒന്നുണ്ട്,
ഏത് നിലപാട് ആര് സ്വീകരിച്ചാലും കലാസൃഷ്ടികൾ, സാഹിത്യകൃതികൾ നമ്മുടെ കാലത്തിന്റെ കൈകൾക്ക് മായ്ച്ചു കളയാനാവാത്ത അടയാളങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തീർത്തിട്ടുണ്ട്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു അധ്യക്ഷനായി. എഴുത്തുകാരായ അശോകൻ ചെരുവിൽ, TD രാമകൃഷ്ണൻ, ചലച്ചിത്ര പ്രവർത്തകൻ പ്രിയനന്ദനൻ, നടൻ ഇർഷാദ് അലി, CG രഘുനാഥ്, PR കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അലോഷി പാടുന്നു എന്ന പേരിൽ ഗസൽ രാവ് അരങ്ങേറി. ഒറ്റപ്പിലാവ് തണത്തറ പാലത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ ഫോറൻസിക് വിഭാഗവും പോലീസും പരിശോധന നടത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 4:30 പാലവളപ്പിൽ ഹൈദരാലിയുടെ ഉടമസ്ഥതയിലുള്ള കൃഷിസ്ഥലത്തേക്ക് അജ്ഞാതൻ സ്ഫോടക വസ്തു എറിഞ്ഞത്. സംഭവത്തെ തുടർന്ന് ഹൈദരാലി കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്ന് തന്നെ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. സ്ഫോടക വസ്തു എറിയുന്നതിന്റെ ദൃശ്യങ്ങൾ കൃഷിയിടത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. കൃഷിസ്ഥലം മറച്ചിരുന്ന തുണി, ചുറ്റുവേലി, വാഴകൾ എന്നിവ കത്തിനശിച്ചിരുന്നു. സ്ഥലത്ത് നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ വിഭാഗം തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായി കുന്നംകുളം പോലീസ് അറിയിച്ചു. ലീഡർ K കരുണാകരൻ സ്മാരക ട്രസ്റ്റ് പുന്നൂർക്കുളം ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം മുൻ MLA TV ചന്ദ്രമോഹന് വ്യാഴാഴ്ച സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9:30 ആൽത്തറ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ AICC പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പുരസ്കാരം ജേതാവിന് സമർപ്പിക്കും. 25,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവുമാണ് പുരസ്കാരം. ട്രസ്റ്റ് ചെയർമാൻ P ഗോപാലന്റെ അധ്യക്ഷതയിൽ നടത്തുന്ന ചടങ്ങിൽ 75 വയസ്സിന് മുകളിലുള്ള പുന്നൂർക്കുളത്തെ കോൺഗ്രസ് പ്രവർത്തകരെയും സാഹിത്യകാരന്മാരായ അമേരിക്കൻ എഴുത്തുകാരൻ അബ്ദുൾ പുന്നൂർക്കുളത്തിനെയും സൈനുദ്ദീൻ പുന്നൂർക്കുളത്തെയും ആദരിക്കും. KPCC സെക്രട്ടറി PT അജയ് മോഹൻ, മുൻ DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻകുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ പങ്കെടുക്കും. 2014 പുന്നൂർക്കുളം ആസ്ഥാനമായി ലീഡർ K കരുണാകരൻ സ്മാരക ട്രസ്റ്റ് രൂപീകരിച്ചത്. ട്രസ്റ്റ് ചെയർമാൻ P ഗോപാലൻ, വൈസ് ചെയർമാൻ NR ഗഫൂർ, ട്രസ്റ്റിമാരായ PP ബാബു, P രാജൻ, AK സതീഷ് കുമാർ, AM അലാവുദ്ദീൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ പ്രവർത്തകർക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകർ, ആവശ്യരായിട്ടുള്ള ആൾക്കാർ, മാരകമായുള്ള അസുഖമുള്ളവർക്ക്, അല്ലാത്ത പുറമെ നിന്നും ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിനൊക്കെ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ട്രസ്റ്റാണ് ഇത്. ഇത്രയും കൊല്ലത്തിന് ശേഷം 11 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ് പ്രഥമ പുരസ്കാരമാണ് ഈ ലീഡർ സ്മാരക ട്രസ്റ്റിൻ്റെ മറ്റന്നാൾ വ്യാഴാഴ്ച കൊടുക്കുന്നത് നമ്മളെ മുൻ പ്രതിപക്ഷ നേതാവും AICC അംഗമായ രമേശ് ചെന്നിത്തലയാണ് ഈ പുരസ്കാരം നൽകുന്നത്. TV ചന്ദ്രൻ, മുൻ MLA, ഗുരുവായൂർ ദേവസ്വം ചെയർമാനായിട്ടുള്ള TV ചന്ദ്രമോഹനാണ് പുരസ്കാരം കൊടുക്കുന്നത്. കടങ്ങോട് പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഡോക്ടർ ബിനോദ് ജോർജ് മാത്യു അനുശോചന യോഗം സംഘടിപ്പിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, പഞ്ചായത്ത് അംഗങ്ങൾ, പഴഞ്ഞി സാമൂഹ്യാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ശ്രീകാന്ത്, KGMOA തൃശൂർ ജില്ലാ സെക്രട്ടറി ജിൽഷോ, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ജിഷ തുടങ്ങിയവർ സംസാരിച്ചു. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂൾ വാർഷികാഘോഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുനിൽ വയലത്തൂർ അധ്യക്ഷത വഹിച്ചു. പിന്നണി ഗായകൻ പ്രദീപ് പള്ളുരുത്തി മുഖ്യാതിഥിയായി. ചാവക്കാട് AEO PM ജയശ്രീ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KV റഷീദ്, വാർഡംഗം പ്രീതി ബാബു, വിരമിക്കുന്ന അധ്യാപകരായ TA ഫ്രാൻസിസ്, ML മരീന, മിനി ഡേവിഡ്, മറ്റ് സ്കൂളിലെ പ്രധാന അധ്യാപകർ ബിജി പോൾ മൂക്കൻ, ജീന എലിയാസ്, ഏഞ്ചലൻ ഫ്രാൻസിസ്, നീനു അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു. T ആന്റണി ഫ്രാൻസിസ് സ്വാഗതവും MN നാരായണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ആദരിക്കൽ ചടങ്ങ്, വിദ്യാർത്ഥികൾ, അധ്യാപകർ, PTA MPTA എന്നിവരുടെ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി.
കുട്ടഞ്ചേരി തൂമ്പിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം ആഘോഷിച്ചു. രാവിലെ 7:30 ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നാദസ്വരത്തിന്റെ അകമ്പടിയോടെ പാൽക്കാവടി എഴുന്നള്ളിച്ചു. 8 മണി മുതൽ തൂമ്പിൽ ക്ഷേത്രത്തിൽ ക്രമാർച്ചന, രുദ്രാഭിഷേകം, മറ്റ് വിശേഷാൽ പൂജകൾ എന്നിവയുണ്ടായി. രാത്രി 7:30 ഭസ്മക്കാവടി എഴുന്നള്ളിപ്പ് നടന്നു. രാത്രി 12:30 ഭസ്മാഭിഷേകം നടക്കുന്നതോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. പകുതിവില തട്ടിപ്പ് നിർവഹണ ഏജൻസിയായി പ്രവർത്തിച്ച മാറഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് മെമ്പർ അഡ്വക്കേറ്റ് കെ എ ബക്കർ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SDPI പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് ചേർന്ന ധർണ മണ്ഡലം പ്രസിഡന്റ് റാഫി പാലപ്പെട്ടി ഉദ്ഘാടനം ചെയ്തു. പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഹമ്മദ് കബീർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി അസ്ലം, ട്രഷറർ ഫസൽ, പഞ്ചായത്ത് കമ്മിറ്റി അംഗം റമീഷ് അത്താണി എന്നിവർ സംസാരിച്ചു. മാർച്ചിന് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഷ്റഫ് മഠത്തിൽ, മാറഞ്ചേരി ബ്രാഞ്ച് സെക്രട്ടറി മുഹമ്മദ് അലി, ഷാഹുൽ ഹമീദ്, മുസ്തഫ, ഫക്രുദ്ദീൻ, ഹമീദ് മാരാമുറ്റം, ഷമീർ കളത്തിൽപ്പടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു സംഘടനയുടെ വക്താവാണെന്ന് പറഞ്ഞിട്ടാണ് ഈ തട്ടിപ്പെല്ലാം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ CSR ഫണ്ട്, ബഹുകുത്തക കമ്പനികളുടെ CSR ഫണ്ട് എനിക്ക് ലഭിക്കുന്നുണ്ട്, ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഞാനിത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഈ ബക്കറിനെ പോലെയുള്ളവരെയൊക്കെ കൂട്ടുപിടിച്ച് ഇത്തരത്തിലുള്ള തട്ടിപ്പിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ചോദിക്കുന്നു. പെരുമ്പ്ലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്കു ശേഷം 8:30 മുതൽ 11 മണി വരെ നടക്കൽപ്പറ നടന്നു. ഉച്ചതിരിഞ്ഞ് 2:30 പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ് തുടങ്ങി. 4:30 മുതൽ 8ഓളം പ്രാദേശിക പൂരങ്ങൾ പഞ്ചവാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രമൈതാനിയിൽ എത്തിച്ചേർന്നു. 5 മണിക്ക് പരമ്പരാഗത ആചാരവേലയും തിറ, പൂതം, കാളി, തെയ്യം തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും ക്ഷേത്രമൈതാനിയിലെത്തി. 6 മണിയോടെ ആരംഭിച്ച കൂട്ടിയെഴുന്നള്ളിപ്പിൽ 9 ആനകൾ അണിനിരന്നു. വെള്ളിതിരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം അകമ്പടിയായി. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവയും ശ്രീമൂലസ്ഥാനത്തു നിന്നുള്ള പറയെടുപ്പോടുകൂടി പകൽപൂരത്തിന് സമാപനമായി. രാത്രി പൂരമാവർത്തനവും പുലർച്ചെ കളമ്പാട്ടിനും ഗുരുതിക്കും ശേഷം കൊടിയിറക്കത്തോടെ പൂരത്തിന് സമാപനമാകും. ആഘോഷങ്ങൾക്ക് ക്ഷേത്രഭരണസമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. കടങ്ങോട് ഒഴിച്ചിലായിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും തൈപ്പൂയ മഹോത്സവവും ആഘോഷിച്ചു. പുലർച്ചെ മഹാഗണപതി ഹോമം, പാലാഭിഷേകം, ഉച്ചപൂജ എന്നിവ നടന്നു. തുടർന്ന് ശീവേലി എഴുന്നള്ളിപ്പും പ്രസാദകൂട്ടും ഉണ്ടായി. ഉച്ചയ്ക്ക് നാദസ്വരം, കാവടിയാട്ടം എന്നിവയും വൈകിട്ട് ഗജവീരന്റെ അകമ്പടിയോടുകൂടിയുള്ള എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും മേളവും നടന്നു. പിന്നീട് ദീപാരാധന, നാദസ്വരം, മദലകേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക, കൊട്ടിപ്പാടിയുള്ള സേവ, ഭസ്മക്കാവടി അഭിഷേകം എന്നിവയും നടന്നു. പിന്നീട് കലാപരിപാടികൾ അരങ്ങേറി. വാർത്തകൾ തുടർന്നു. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി പെൻഷൻ, ഇൻഷുറൻസ്, പരിരക്ഷ എന്നിവ നടപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യം ഉന്നയിച്ചു. തൃശൂർ മോത്തിമഹൽ ഹാളിൽ നടന്ന അസോസിയേഷൻ ജില്ലാ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മൂഴിക്കൽ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറിമാരായ ഷോബി കെ പോൾ ഇരിങ്ങാലക്കുട, രഞ്ജിത്ത് ഗുരുവായൂർ, മേഖലാ പ്രസിഡന്റുമാരായ രാധാകൃഷ്ണൻ കൊരവൻകുഴി, രമേശ് പുന്നൂർക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. പിന്നീട് പുതിയ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റായി ഗോപി ചക്കുന്നത്തിനെയും രമേശ് ചേമ്പിലിനെ ജനറൽ സെക്രട്ടറിയായും ട്രഷററായി പ്രമോദിനെയും 15-അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. വറീദ് ചിറ്റലപ്പള്ളിയെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ജില്ലാ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്തു.
ഗുരുവായൂർ പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ 11 ദിവസമായി നടന്നുവരുന്ന മഹാരുദ്ര യജ്ഞം സമാപിച്ചു. രാവിലെ 8-ന് കലശാഭിഷേകത്തിന് തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി പുതുമന ശ്രീധരൻ നമ്പൂതിരി സഹകാർമ്മികനായി. യജ്ഞാചാര്യൻ കീഴിയേടം രാമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ശ്രീരുദ്രം മന്ത്രം ജപിച്ച് യജ്ഞകലശം തയ്യാറാക്കിയത്. തൈലം, നെയ്യ്, പാൽ, തൈര്, തേൻ, ചെറുനാരങ്ങ നീര്, പഞ്ചാമൃതം, അഷ്ടഗന്ധജലം, പഞ്ചഗവ്യം, ഇളനീർ, കരിമ്പ് നീര് എന്നിങ്ങനെ 11 ദ്രവ്യങ്ങളാണ് 11 വെള്ളിക്കുംഭങ്ങളിൽ യജ്ഞകലശമായി അഭിഷേകം ചെയ്തത്. തുടർന്ന് വസ്ത്രോദ്ധാര ചടങ്ങും ഉണ്ടായി. ചൂണ്ടൽ ഡീപോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഫാദർ വിൻസെന്റ് ചിറക്കൽ മണവാളൻ ഉദ്ഘാടനം ചെയ്തു. 5 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളാണ് പാചക മത്സരങ്ങളിൽ പങ്കാളികളായത്. കൺവീനർ വിറ്റി മേരി വിൽസൺ, പീറ്റർ കെ, ജെസ്സി ജോസ്, ശ്രീജ പി, കാഞ്ചന എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് ശിവകുമാരഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം കിഴക്കേനടയിൽ പൂജിച്ച പാൽക്കുടവും പാൽക്കാവടിയും ഏന്തി പ്രാർത്ഥനയോടെ പ്രദക്ഷിണവുമായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് വിശേഷാൽ അഭിഷേകങ്ങൾ, വൈകിട്ട് ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവ നടന്നു. ക്ഷേത്ര മേൽശാന്തി കെ മനോജ് ശാന്തിയുടെ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ ആഘോഷ ചടങ്ങുകൾക്കും നേതൃത്വം നൽകി. 2024-2025 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കടങ്ങോട് പഞ്ചായത്തിലെ 2 സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. 5 ലക്ഷം രൂപ വകയിരുത്തി കടങ്ങോട് പാറപ്പുറം LP സ്കൂളിലും മണ്ടമ്പറമ്പ് LP സ്കൂളിലുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക VG പ്രമീള, സ്റ്റാഫ് സെക്രട്ടറി റീന, OSA പ്രസിഡന്റ് വിശ്വംഭരൻ, PTA പ്രസിഡന്റ് CK രമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിട വഴികളിലൂടെ നടന്നു നീങ്ങുന്ന ആട്ടിൻപറ്റം കൗതുക കാഴ്ചയാകുന്നു. തമിഴ്നാട്ടിൽ നിന്ന് മേയുവാനെത്തിയ ചെമ്മരിയാട്ടിൻ കൂട്ടമാണ് നാട്ടുകാർക്ക് കൗതുകമായത്. കടങ്ങോട് പാടശേഖരത്തിലാണ് ചെമ്മരിയാട്ടിൻ കൂട്ടം തമ്പടിച്ചിരിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് ഉൾഗ്രാമങ്ങളിലെ റോഡുകളിലൂടെ നടത്തിയാണ് ഇവിടെ എത്തിയത്. 1000-ന് മുകളിൽ ആടുകളാണ് കൂട്ടത്തിലുള്ളത്. 4 പേരാണ് നോട്ടക്കാർ. ഇവർക്ക് പുറമെ 8 നായകളുമുണ്ട് കാവലിന്. ആടുകളെ കൂട്ടം തെറ്റാതെ നോക്കുന്നതും തെരുവു നായ്ക്കൾ ഉൾപ്പെടെയുള്ള ജന്തുക്കളുടെ ആക്രമണങ്ങൾ തടയുന്നതും പരിശീലനം ലഭിച്ച ഇവരുടെ നായ്ക്കളാണ്. കൊയ്ത്തു കഴിഞ്ഞ് കിടക്കുന്ന പാടശേഖരങ്ങളിലാണ് ഇവയെ മേയാൻ ഇറക്കുന്നത്. ഓരോ ദിവസങ്ങളിലും ഓരോ പാടശേഖരങ്ങളിലേക്ക് ആട്ടിൻപറ്റം തീറ്റ തേടി സഞ്ചരിച്ച് കൊണ്ടിരിക്കുകയാണ്. വടക്കേക്കാട് സോഷ്യൽ എംപവർമെന്റ് സെന്റർ പുതുതായി നിർമ്മിച്ച കെട്ടിടം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നാടിന് സമർപ്പിച്ചു. തടാകം കുഞ്ഞഹമ്മദ് ഹാജി ലൈബ്രറി ഉദ്ഘാടനം നിർവഹിച്ചു. VK കുഞ്ഞഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്വാമി ആത്മദാസ്യമി അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ അബ്ദുൾ ഹക്കീം ഫൈസി, സോഷ്യൽ എംപവർമെന്റ് സെന്റർ സെക്രട്ടറി അഹമ്മദ് വാഫി, ഖത്തർ കേരള ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റ് അബൂബക്കർ കാസിമി തുടങ്ങിയവർ സംസാരിച്ചു. O അബ്ദുറഹ്മാൻകുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, OM മുഹമ്മദ് അലി ഹാജി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഹാഫിൽ ബാസിൽ കിറാത്തും സുഹൈൽ വാഫി കോട്ടയും നന്ദിയും പറഞ്ഞു. പാടിപ്പറയാം ജീവിത നന്മകൾ എന്ന പേരിൽ പ്രശസ്തിയായ നവാസ് പാലേരിയുടെ പാടിപ്പറച്ചിലുമുണ്ടായിരുന്നു. വടക്കേകാട് ഷംസുൽ ഉലമ ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിലുള്ള ഖുർആൻ സ്റ്റഡി സെന്ററിന്റെയും സോഷ്യൽ എംപവർമെന്റ് മിഷൻ SEMന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സോഷ്യൽ എംപവർമെന്റ് സെന്റർ പ്രവർത്തിക്കുന്നത്. സാമൂഹ്യ നന്മ ലക്ഷ്യമാക്കി മതേതരത്വവും സൗഹൃദവും സമാധാനവും ഉറപ്പുവരുത്തുന്ന സോഷ്യൽ എക്സലൻസ് വിംഗ് മുഴുവൻ ജനങ്ങളുടെയും സാക്ഷരതയും തൊഴിലധിഷ്ഠിത മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ലക്ഷ്യീകരിക്കുന്ന കരിയർ എക്സലൻസ്, ലളിതസുന്ദര മതത്തെ പരിചയപ്പെടുത്തുന്ന മൊറാലിറ്റി എക്സലൻസ് എന്നീ പദ്ധതികളിലൂടെ ധാർമ്മികവും വൈജ്ഞാനികവുമായ വളർച്ചയിലേക്ക് നാടിനെ നയിക്കുന്ന കേന്ദ്രമായി സോഷ്യൽ എംപവർമെന്റ് സെന്റർ നിലകൊള്ളുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പെലക്കാട്ട് പയ്യൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ ആഘോഷം വർണ്ണാഭമായി. ചൊവ്വാഴ്ച രാവിലെ നട തുറന്നതിനെ തുടർന്ന് വിശേഷാൽ പൂജകൾ നടന്നു. ക്ഷേത്രം മേൽശാന്തി കിഷോർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. 10 മുതൽ വിവിധ തൈപ്പൂയ ആഘോഷ കമ്മിറ്റികളുടെ ചിന്തുപാട്ട്, ശൂലം, കാവടികൾ തുടങ്ങിയവ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. ഉച്ചയ്ക്ക് ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ അന്നദാനം ഒരുക്കിയിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് അടച്ച നട, വൈകിട്ട് 5 മണിക്ക് തുറന്ന ശേഷം 6:20 വിശേഷാൽ ദീപാരാധന, 7:30 അത്താഴപൂജ എന്നിവയുണ്ടായി. തൈപ്പൂയ ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് NA കൃഷ്ണൻ, സെക്രട്ടറി KB മുരളി, ട്രഷറർ KC കണ്ണൻ, വൈസ് പ്രസിഡന്റ് OS സജീഷ്, ജോയിന്റ് സെക്രട്ടറി AV രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി.
CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയുടെ 2 പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നു. ചിന്ത പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ലോകത്തിലെ വിവിധ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും വിപ്ലവ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനത്തിലുണ്ട്. വിപ്ലവ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമല്ല. അതാണ് ഈ ക്യൂബയിൽ നിന്ന് തുടങ്ങുമ്പോൾ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചില ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി ചില വിപ്ലവ ശക്തികൾ മുന്നോട്ട് വരും. അതാണ് ക്യൂബയിലെ ഫിഡലിനോടൊപ്പം പിന്നീട് ചേർന്ന അർജന്റീനയിൽ നിന്ന് വന്ന ചെഗുവേരയും. അപ്പം ഈ കാര്യങ്ങൾ ഈ പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട്. ലഘുചരിത്രമാണ്. ക്യൂബയിൽ തുടങ്ങി സിറിയയിൽ വരെ 12 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം. MA ബേബി എഴുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം എന്ന പുസ്തകം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദന് നൽകി പ്രകാശനം ചെയ്തു. ക്യൂബ, ദക്ഷിണാഫ്രിക്ക, ബെൽജിയം, ബ്രസീൽ, വിയറ്റ്നാം, കംബോഡിയ, ലാവോ, ചിലി, പലസ്തീൻ, ജോർദാൻ, ലെബനൻ, സിറിയ തുടങ്ങി 12 രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രവും വർത്തമാനവുമാണ് ഉള്ളടക്കം. MA ബേബി എഡിറ്റ് ചെയ്ത സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയ ജീവിതം സമഗ്രമായി അവതരിപ്പിച്ച് സീതാറാം യെച്ചൂരി ഓർമ്മ, അനുഭവം, രാഷ്ട്രീയം എന്ന പുസ്തകം അശോകൻ ചെരുവിൽ, TD രാമകൃഷ്ണൻ, ഇർഷാദ് അലി എന്നിവർക്ക് നൽകി പ്രകാശനം ചെയ്തു. പ്രകാശ് കാരാട്ട്, S രാമചന്ദ്രപിള്ള, പിണറായി വിജയൻ, MV ഗോവിന്ദൻ മാസ്റ്റർ, A വിജയരാഘവൻ, മുഹമ്മദ് സലീം, ഡോക്ടർ തോമസ് ഐസക്, പ്രഭാത് പട്നായിക്, P രാജീവ്, MB രാജേഷ് തുടങ്ങി ഒട്ടേറെ പേരുടെ കുറിപ്പുകൾ ഇതിലുണ്ട്. ചിത്രങ്ങളടക്കം ജീവിതരേഖയും അഭിമുഖങ്ങളും ഇടത് ആശയ പ്രപഞ്ചത്തിന് ഈടുവായ്പയായ സൈദ്ധാന്തിക പ്രബന്ധങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പുസ്തകത്തിന്റെ പ്രമേയം. CPM നേതൃത്വം നൽകുന്ന എരുമപ്പെട്ടി മങ്ങാട് ക്ഷീര സംഘത്തിലെ അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കുക, ക്ഷീര കർഷകർക്ക് കൃത്യമായി പണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്ത് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിലേക്ക് മാർച്ച് നടത്തി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ അധ്യക്ഷനായി. നേതാക്കളായ MC ഐജു, K ഗോവിന്ദൻകുട്ടി, അജു നെല്ലുവായ്, NK കബീർ, ചന്ദ്രപ്രകാശ് ഇടമന, ഫ്രിജോ വടക്കൂട്ട്, അനിത വിൻസെന്റ്, സുജാത തുളസി, MM നിഷാദ്, PM യൂസഫ്, നജീബ് കൊമ്പത്തയിൽ, റീന വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ ചിറയൻകാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപ്പൂയം ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. ഉച്ചയോടെ ദേശക്കാരുടെ വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. തിറ, പൂതം, കാളി, കാവടി, കാള, തെയ്യം തുടങ്ങിയ നാടൻ കലാരൂപങ്ങൾ വൈകിട്ട് ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. സന്ധ്യയ്ക്ക് ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവയുമുണ്ടായി. പുന്നൂർ കുമരൻകോട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ 2 ദിവസങ്ങളായി നടത്തുന്ന തൈപ്പൂയ മഹോത്സവത്തിനും വിഷ്ണുദേവ പ്രതിഷ്ഠാ ദിനാഘോഷത്തിനും തുടക്കമായി. ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായാണ് ആഘോഷം. ചൊവ്വാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് പിള്ളക്കാവടി അഭിഷേകങ്ങളും വേൽസമർപ്പണവും ഉച്ചപൂജയുമുണ്ടായി. 10 മണിക്ക് ആൽത്തറ ഗോവിന്ദാപുരം ക്ഷേത്രത്തിൽ നിന്നും പടിഞ്ഞാറ്റുമുറി പൂരാഘോഷ സമിതി കൊഴിങ്ങര ആലിൻചുവട് പരിസരത്തു നിന്നും ചിന്തുപാട്ടിൻ്റെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടുകൂടി പൂത്താലവും 40ഓളം ശൂരധാരികളും പൊന്നിയൂർ സെന്ററിൽ സംഗമിച്ച് 12:30 ക്ഷേത്രാങ്കണത്തിലെത്തിച്ചേർന്നു. പ്രസാദവൂട്ടും ഒരുക്കിയിരുന്നു. വൈകിട്ട് പഞ്ചവാദ്യം, ചെണ്ടമേളം, നിറമാല, ദീപാരാധന, അത്താഴപൂജ എന്നിവ നടന്നു. തുടർന്ന് സ്കന്ദപുരി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിരക്കളിയും നൃത്തകലാവിരുന്നുമുണ്ടായി. 2ാം ദിവസമായ ബുധനാഴ്ച രാവിലെ പൂജകളും ശേഷം വൈകിട്ട് വിവിധ ദേശക്കാരുടെ ഉത്സവവരവും ഉണ്ടാകും. രാത്രി സെന്റർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവരങ്കൻ ഫോക്ക് അക്കാദമി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടോടുകൂടി മഹോത്സവത്തിന് സമാപനമാകും. പഴഞ്ഞി പെരുന്തിരുത്തി റോഡിന്റെ റീടാറിംഗ് പുരോഗമിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 45 ലക്ഷം രൂപ വിനിയോഗിച്ച് വൺവേ ജംഗ്ഷൻ മുതൽ പെരുന്തിരുത്തി പുളിക്കക്കടവ് വരെയുള്ള 2.5 കിലോമീറ്റർ റോഡാണ് റീടാറിംഗ് നടത്തുന്നത്. റോഡ് തകർന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും റീടാറിംഗ് നടത്താതിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. പഴഞ്ഞി പള്ളിക്ക് മുൻപിൽ കലുങ്ക് നിർമ്മാണത്തിനായി പൊളിച്ച ഭാഗം നന്നാക്കാതിരുന്നതും പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ജലജീവൻ പദ്ധതിയുടെ പൈപ്പിടാനായി പൊളിച്ച റോഡിന്റെ വശം നന്നാക്കാത്തത് മൂലം യാത്രാ ദുരിതം രൂക്ഷമായിരുന്നു. ഒടുവിൽ റോഡ് റീടാറിംഗ് നടത്തിയതോടെ യാത്രക്കാർക്കിത് ആശ്വാസമായി.
തയ്യൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ ആഘോഷം വർണ്ണാഭമായി. തയ്യൂർ അമ്പലവട്ടം, ആൽമൈതാനം, സെൻട്രൽ കമ്മിറ്റി, തയ്യൂർ HMC എന്നീ ആഘോഷ കമ്മിറ്റി നേതൃത്വത്തിൽ വിവിധ എഴുന്നള്ളിപ്പുകളുണ്ടായി. നിരവധി പേർ ആഘോഷത്തിൽ പങ്കെടുത്തു. പെരിങ്ങോട് NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും വട്ടംപറമ്പ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു. NSS ഡയറക്ടർ ബോർഡ് അംഗം നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഔപചാരിക ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കരയോഗം പ്രസിഡന്റ് KV കുട്ടിനാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P നാരായണൻ, താലൂക്ക് സെക്രട്ടറി KB ജയചന്ദ്രൻ, മെമ്പർമാരായ PT രാജഗോപാൽ, രാംദാസ് എന്നിവർ വിശിഷ്ടാതിഥികളായി. കരയോഗം സെക്രട്ടറി KV ബാലകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കരയോഗം നിർമ്മാണത്തിൽ സജീവമായി പ്രവർത്തിച്ച ഭരണസമിതി അംഗം ശശീന്ദ്രൻ കാഞ്ഞുള്ളിയെ ഉപഹാരം നൽകി ആദരിച്ചു. പ്രസിഡന്റ് കുട്ടിനാരായണൻ, വൈസ് പ്രസിഡന്റ് ഷഡാനന്ദൻ നായർ, സെക്രട്ടറി KV ബാലകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ നായർ, KV ട്രഷറർ N ഉണ്ണികൃഷ്ണൻ എന്നിവരടങ്ങിയ 15 അംഗ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. ചന്ദ്രശേഖരൻ മാസ്റ്റർ സ്വാഗതവും ഷഡാനന്ദൻ നായർ നന്ദിയും പറഞ്ഞു. തയ്യൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മുരുകനെ ഭക്തജന സംഘം നിർമ്മിച്ച് നൽകിയ വെള്ളി തിരുമുഖം ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ഹിഡുംബൻ സ്വാമിയുടെ സന്നിധിയിൽ നിന്ന് താലപ്പൊലിയോടുകൂടി ഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തിച്ചാണ് വെള്ളി തിരുമുഖം സമർപ്പിച്ചത്. ക്ഷേത്ര മേൽശാന്തി രഞ്ജിത്ത് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. സന്ധ്യ ശ്രീരാമൻ, ശൈലജ, ഉഷാമൂർത്തി, സുമാ മോഹനൻ, ഗീതാ രാജൻ, രമാ കളത്തിൽ, ലതാ ഉണ്ണി എന്നിവർ നേതൃത്വം നൽകി. BJP പുന്നൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ സ്മൃതിദിനത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചന നടത്തി. ആൽത്തറ പാർട്ടി ഓഫീസിൽ നടത്തിയ ചടങ്ങിൽ BJP പുന്നൂർക്കുളം ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് TK ലക്ഷ്മണൻ, BJP ഗുരുവായൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജി തൃപ്പറ്റ്, സെക്രട്ടറി സീന സുരേഷ്, KD ബാബു, MG സുരേഷ്, സുരേഷ് നടുവത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലത്ത് നടന്ന ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കൂടുതൽ പോയിന്റുകളോടുകൂടി ഗുരുധർമ്മ കരാട്ടെ ടീം ഓവറോൾ കരസ്ഥമാക്കി. 700ഓളം കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഗുരുധർമ്മ കരാട്ടെ ചീഫ് ഇൻസ്പെക്ടർ സെൻസായി പുരുഷോത്തമൻ നന്ദി പറഞ്ഞു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 820 രൂപ, സ്വർണം പവന് 64,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 106 രൂപ. ചർമ്മം പയ്യൂർക്കാവ് ക്ഷേത്രം രക്ഷാധികാരിയായ ചൂണ്ടൽ പയ്യൂർ മന പരമേശ്വരൻ നമ്പൂതിരി നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ശ്രീദേവി അന്തർജനം ഭാര്യയും രാകേഷ് മകനുമാണ്. ഗുരുവായൂരിലെ മാധ്യമപ്രവർത്തകൻ അനിൽ കല്ലാറ്റിന്റെ സഹോദരി പുഷ്പവല്ലി നിര്യാതയായി. 63 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഗുരുവായൂർ നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാർ കേരളത്തോട് പുലർത്തുന്നത് ക്രൂരമായ അവഗണനയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPM ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കച്ചവട നഗരിയെ ചെങ്കടലാക്കി റെഡ് വളണ്ടിയർ മാർച്ച്. CPM ജില്ലാ സമ്മേളനം KV അബ്ദുൽ ഖാദർ ഇനി ജില്ലയിലെ പാർട്ടിയെ നയിക്കും. രാഷ്ട്രീയമായ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിട്ട് CPM മുന്നോട്ടു പോകുമെന്നും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിലെ വിജയമേധാവിത്വം പാർട്ടിയും മുന്നണിയും നിലനിർത്തുമെന്നും KV അബ്ദുൽ ഖാദർ. കുണ്ടൽ സെന്ററിന് സമീപം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് വേലൂർ സ്വദേശി നീലങ്കാവിൽ ജസ്റ്റിന്റെ മകൻ 19 വയസ്സുള്ള ജോയൽ. പെരുമ്പിലാവ് അൻസാർ ക്യാമ്പസിൽ ആരംഭിച്ച SPC ജില്ലാ സമ്മർ ക്യാമ്പ് സമാപിച്ചു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സെറിമോണിയൽ പരേഡിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു സല്യൂട്ട് സ്വീകരിച്ചു. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിനിടെ ആനയിടഞ്ഞു. അയിനിക്കുളങ്ങര മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഉടൻ തന്നെ തളയ്ക്കാനായതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.